ഹലോ എവ്രി വൺ. ഇന്നത്തെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു നോർമൽ ഡേയ്സ് എങ്ങനെയാണ് പോകുന്നതെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് December 8th ആണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും, എസ്പെഷ്യലി കേരള പീപ്പിൾസ്. എല്ലാവരെയും പോലെ അല്ലെങ്കിലും പലരെയും പോലെ തന്നെ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയ ഒരു ന്യൂസായിട്ടാണ് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ബെഡിലിരുന്നിട്ട് മൊബൈൽ നോക്കിയപ്പോൾ കണ്ട ന്യൂസ് റേപ്പ് കേസിൻ്റെ വിധിയായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ആസ് എ നോർമൽ വുമൻ, ഒരു ഇന്ത്യൻ സിറ്റിസനായ ഒരു നോർമൽ വുമൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കുറച്ച് വ്യൂ പോയിൻറ്റ്സിൽ ഞാൻ കാര്യങ്ങൾ പറയാം. ഇതിൽ മെയിൻ പ്രതി എന്ന് പറയുന്ന ഒരാൾ പൾസർ സുനിയാണ്. ഇയാളൊരു കൊട്ടേഷൻ വർക്കറാണെന്നുള്ളത് ആർക്കും ഡൗട്ടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഇയാളൊരു പേഴ്സണൽ റിവഞ്ചിന് വേണ്ടിയിട്ട് ആ നടിയെ റേപ്പ് ചെയ്തെന്നുള്ളതിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ലാത്തതാണ്. എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ടാവും, ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പോലെ. എല്ലാവരും ദിലീപിനെ വെറുതെ വിട്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിനോടൊപ്പം പറയുന്നൊരു കാര്യമുണ്ട്, ആക്ട്രസിന് എന്തായാലും നീതി കിട്ടിയല്ലോ, കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ളത് കാര്യം. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവർ തന്നെ ഒന്നും കൂടി കൺഫേം ആക്കി പറയട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരാൾ പേഴ്സണൽ റിവെഞ്ചിന് പോയിട്ട് റേപ്പ് ചെയ്ത ഒരാളല്ല നേടി എന്ന് പറയുന്ന ആൾ. ഇത് ചെയ്ത ആൾക്ക് ശരിക്കും പറഞ്ഞാൽ മണി, അത് മാത്രമായിരുന്നു മോട്ടീവ്. ബാക്കിലിരുന്ന് ഈ കൊട്ടേഷൻ കൊടുത്ത ആളല്ലേ ശരിക്കും ഇതിൻ്റെ ക്രിമിനൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൾസർ സുനി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുറ്റമായിട്ടൊന്നുമല്ല ഈ റേപ്പ് കേസ് വന്നിട്ടുള്ളത്. റേപ്പ് കേസ് എന്ന് പറയുന്നത് അയാൾ ചെയ്തതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കേസായിരിക്കും ചിലപ്പോൾ ഈ റേപ്പ് കേസ് എന്ന് പറയുന്നത്. അയാൾ മുന്നേ പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. നോർമലി ഒരു കൊട്ടേഷൻ സംഘം എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, അതിൽ പല കേസസും വന്നിട്ടുണ്ടാവും. അതിലൊക്കെ അയാളൊന്ന് മര്യാദയ്ക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ലേഡീനെ അല്ലെങ്കിൽ ഈ ഒരു വുമണിനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എവിടെയോ നമ്മളെ ലോവും അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റൊക്കെ വളരെ വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ ആക്ട്രസിനെ ഭയങ്കര കാര്യമായിട്ടോ ഭയങ്കര അട്രാക്റ്റീവായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ആസ് എ ആക്ട്രസ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു കേസ് വന്നപ്പം അവളത് ഫേസ് ചെയ്ത ഒരു രീതിയും അതുപോലെ തന്നെ അതിനെ ഫൈറ്റ് ചെയ്ത് 3 years ആയിട്ടുള്ളത് എന്താ പറയുക, ഭയങ്കര ആസ് എ വുമൺ പ്രൗഡ് ഓഫ് യു. അപ്പം ആ ഒരു ലേഡീനെ കാണുമ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളെ ഫോട്ടോസും അയാൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവും അയാളൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളിൽ ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുറത്ത് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല, ഞാനൊക്കെ ആണെങ്കിൽ ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവളത് ജീവിക്കാൻ മാത്രമല്ല ചെയ്തത്, അവൾ പുറലോകത്തിനോട് പറഞ്ഞ് അതിൻ്റെ പേരിൽ അത്രയും ക്രിറ്റിസിസം കേട്ട്. പക്ഷേ ആ ഇത് നടക്കുന്ന ടൈമിൽ തന്നെ അതിനെ എത്ര തവണ അവൾ ആ ക്രൈമിനെ വിവരിച്ചിട്ടുണ്ടാവും ആ കോടതിയിൽ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. അവൾ അതിനെ പലതവണ ഇതിനൊരു നീതി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ആ കോർട്ടിൽ പോയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ലേഡി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഓൾ സപ്പോർട്ടിങ്. ഞാൻ വിചാരിക്കുന്നത് അത് എത്ര എക്സ്ട്രീം പോയിട്ടാണെങ്കിലും ഇതിൻ്റെ ബാക്കിലുള്ള ഒരാൾ എന്നെങ്കിലും പുറത്തു വരും. നമ്മളെ സിസ്റ്റർ അഭയ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, എത്ര വർഷം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ പോലെ എവിടെയെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാന്നുള്ളത് എന്നെങ്കിലും തെളിവോട് കൂടിയിട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടായിരുന്നു. റൂമൊക്കെ കുറച്ച് മെസ്സപ്പായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ആവി വരുന്ന ടൈം കൊണ്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഞാൻ പുട്ടുണ്ടാക്കാൻ കാരണം തന്നെ എനിക്ക് കറി ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ്. രാവിലെ തന്നെ എണീച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് പറയുന്നത് ഇത്തിരി മടി പിടിച്ച കാര്യം. അപ്പം പഴം ഉണ്ടായിരുന്നു, പഴം നെയ്യും പുട്ടും എനിക്ക് ഫേവറേറ്റാണ്. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ക്ലീനിങ് പരിപാടിയൊക്കെ നടത്താണ്. സുഫിയ രാവിലെ പോകുമ്പോൾ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. പഴം എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതും എടുത്തിട്ട് പോയിട്ട് അവിടെ ഓഫീസിൽ എത്തിയിട്ടാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ് നമ്മളെ രണ്ടാളും മെയിൻ പരിപാടി. ഞാൻ എണീക്കാനും ലേറ്റ് ആവും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ബ്രഞ്ചായിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അടുക്കി പെറുക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും എൻ്റെ ഒരു ഈ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന കുക്കിംഗ് വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും എനിക്കൊരു
ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലേ, അത് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കുറേ കാര്യങ്ങൾ, എന്തൊക്കെ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവ് വെച്ചിട്ട്. കാരണം ഒരു 9 to 5 ജോബിലേക്ക് ഞാനിനി പോകുമായിരിക്കും. ഒരു 2 months ബ്രേക്കിന് ശേഷം ഞാൻ എന്തായാലും 9 to 5 ജോബിലേക്ക് പോകുമായിരിക്കും. പക്ഷേ അധിക കാലം എന്തായാലും എനിക്ക് ആ ഒരു ഓപ്ഷനിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് ആളിലേക്ക് എന്നെ റീച്ച് ആക്കണം എന്നുള്ളത് എനിക്കൊരു താല്പര്യമുള്ള കാര്യം. കാരണം നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെന്താണെന്ന് അറിയുന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയുന്ന ആൾക്കാരുമായിരിക്കും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിലോ അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഏതെങ്കിലും ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് എന്തെങ്കിലും കുക്ക് ചെയ്യാറുള്ളത്. എക്സ്പെരിമെൻറ്റ് നടത്താൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ നേരവും കറക്റ്റ് ഫുഡ് ഉണ്ടാക്കി ഭയങ്കരമായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടികളെ നോക്കാൻ എനിക്കിപ്പോൾ കുട്ടികളില്ല. അപ്പോൾ അങ്ങനെ ഒരു ലൈഫൊന്നും ലീഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഒരു ബ്രേക്ക് ഓഫീസ് വർക്കെന്നോ കിട്ടുന്നത്. ഞാനിവിടെ റൂമിലിരുന്നിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് പ്രൊജക്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചെറിയൊരു പോക്കറ്റ് മണിക്ക്. കാരണം നമുക്ക് കരിയറിൽ ഒരിക്കലും ഡിസ്കണക്ട് ആവാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ഇൻ കേസ് ഇനി 9 to 5 ജോബ് ഫുള്ളായിട്ട് വിട്ട് കഴിഞ്ഞാലും എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് എന്തായാലും വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും നമ്മളെ പ്രൊഫഷന് ക്വാളിഫിക്കേഷനൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്തായാലും നമ്മളെ തേടി വരും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ മാനേജർ. എപ്പോൾ നോക്കിയാലും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായ 2 മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരുന്നു എൻ്റെ മാനേജറും ഞാനെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ എന്താണ്, എൻ്റെ സ്കില്ല് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് പല കോർപ്പറേറ്റ് ജോബിൽ വർക്ക് ചെയ്ത ഒരാൾക്കറിയാം, പല പൊളിറ്റിക്സ് കൊണ്ടും നമ്മൾ എവിടെയോ സ്കില്ല് എന്നെ മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് ഞാനിങ്ങനെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എന്നെ ഞാൻ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നല്ലാണ്ട് ഞാനൊരു കൾച്ചറിലേക്ക് അഡാപ്റ്റ് ആവാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും അപ്രീസിയേഷൻ എനിക്ക് തന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ മാനേജർ തന്നെയായിരുന്നു. ആളുടെ വർക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതും. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു ടൈമിൽ എനിക്ക് കൂടുതൽ കംപ്ലയിൻറ്റ്സ് തന്നുകൊണ്ടിരുന്ന ആൾ എൻ്റെ മാനേജറായിരുന്നു. അയാളുടെ വർക്ക് തന്നെ അയാൾ പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, റോസ്ന എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്, അപ്പോൾ എനിക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാൾ വേണമെന്നുള്ളത്. അപ്പം ആ ഒരു ഫസ്റ്റ് ഇമേജിൽ നിന്ന് ലാസ്റ്റ് എൻഡ് ചെയ്തൊരു ഇമേജ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയായിരുന്നു. അപ്പം ഞാൻ അതിന് ശേഷം ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരിക്കലും ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവോ അതിന് മാത്രമുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ഈ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാലത്ത് എന്തായാലും എനിക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഈ പരിപ്പ് കറിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഇവിടെ പരിപ്പ് കറിയാണെങ്കിൽ അത് വെക്കുന്നത് സുഫിയാനായിരിക്കും. അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് പരിപ്പ് കറി ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചോദിച്ചിട്ട് ഉമ്മ പറഞ്ഞ റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണിത്. പിന്നെ ഉമ്മമാർ പറയുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ പരീക്ഷിച്ചാൽ എന്തായാലും സക്സസ് ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സുഫിയാൻ വന്ന് രാത്രി നമ്മൾ ചെറിയൊരു നടത്തത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ നടത്തത്തിൻ്റെ അപ്പുറം എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ മിസ്സിങ്ങുള്ള കാര്യങ്ങൾ, നാളത്തേക്കുള്ള കറിക്കോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ അല്ലറ ചില്ലറ പർച്ചേസിങ് കൂടി നടക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് വീക്ക് നാട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ക്ലൈമറ്റൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ചു വരുന്ന സമയത്തേക്ക് ഇവിടെ നല്ല ചൂട് തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജും അതുപോലെ തന്നെ നോമ്പൊക്കെ തുടങ്ങുന്ന ഒരു ടൈമിലായിരിക്കും ഞാൻ തിരിച്ചു വരുന്നുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.